നമസ്കാരം. എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. ഒരു മാസത്തിനു ശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടു. 1.25 മണിക്കൂറോളം അത് നീണ്ടു. വയനാട് കണക്കിനെ പറ്റി മാധ്യമങ്ങൾ നടത്തിയ നശീകരണ പ്രവർത്തനത്തിന് വിമർശനം. അതിനുശേഷം വിവാദ വിഷയങ്ങളെപ്പറ്റി വിശദമായ പ്രതികരണം. അതിന്റെ രത്നചുരുക്കം ഇതാണ്: പി ശശി മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്നു, ഒരു പരിശോധനയും അക്കാര്യത്തിലില്ല. ADGPയുടെ കൂടിക്കാഴ്ചയെപ്പറ്റി റിപ്പോർട്ട് കിട്ടിയ ശേഷം ആവശ്യമെങ്കിൽ നടപടി, അതിനു മുൻപ് ഒന്നും മോഹിക്കേണ്ട. CPIക്കുള്ള അടികൂടിയാണ് അത്. പൂരം റിപ്പോർട്ട് ചൊവ്വാഴ്ച കിട്ടും എന്ന ഉറപ്പാണ് ആ പാർട്ടിക്ക് ആകെ കിട്ടിയ ആശ്വാസം. പിന്നെ അൻവർ, സ്വയം സഖാവെന്ന് വിശേഷിപ്പിക്കുന്ന അൻവറിൻ്റേത് ഇടതുപക്ഷമല്ലെന്ന് തുറന്നടിക്കൽ. ഏതുപക്ഷമെന്ന് മുള്ളും മുനയും വെച്ചുള്ള സൂചനകളും നൽകി. അൻവർ ഇനി വഴിയാധാരം. അങ്ങനെ ഒരു വാർത്താ സമ്മേളനം, ഒരുപാട് മറുപടികൾ. അതായിരുന്നു പിണറായിയുടെ ഇന്നത്തെ പ്രകടനം. ഈ വിഷയമാണ് എൻകൗണ്ടർ പ്രൈം ചർച്ച ചെയ്യുന്നത്. ആർക്കൊക്കെയുള്ള മറുപടികൾ? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ CPIഎമ്മിൽ നിന്നും A റഹീം MP, കോൺഗ്രസിൽ നിന്ന് രാജു പി നായർ, BJPയിൽ നിന്ന് KVS ഹരിദാസ്, രാഷ്ട്രീയ നിരീക്ഷകൻ NP ചെക്കുട്ടി എന്നിവർ എൻകൗണ്ടർ പ്രൈമിൽ തത്സമയം അതിഥികളായി പങ്കുചേരുന്നു. ആദ്യം ശ്രീ രാജു പി നായരിലേക്ക്. ശ്രീ രാജു പി നായർ, ഇന്നിപ്പോൾ വിശദമായി മുഖ്യമന്ത്രി മൗനം ഭഞ്ജിച്ച് കാര്യങ്ങളെല്ലാം എന്താണ് അദ്ദേഹത്തിന്റെ നിലപാട് എന്നത് വ്യക്തമാക്കിയിരിക്കുകയാണ്. നിങ്ങളുടെ നിലപാട് എന്താണ്? വേണു, ആദ്യമായിട്ട് വർഷങ്ങൾക്ക് ശേഷം മാധ്യമപ്രവർത്തനത്തെ സംബന്ധിച്ച് 54 മിനിറ്റ് നേരത്തെ ക്ലാസ് ലഭിച്ച മാധ്യമപ്രവർത്തകർക്ക് ഞാൻ അഭിനന്ദനം അറിയിക്കുകയാണ്. അത് ആ ക്ലാസ് എടുത്ത ആള് ഇന്ന് രാവിലത്തെ ദേശാഭിമാനി പത്രം വായിച്ചു നോക്കിയാൽ അതിനകത്ത് മോഹൻലാലിൻ്റെ അമ്മ, ജീവിച്ചിരിക്കുന്ന അമ്മ മരിച്ചു എന്നെഴുതിയ പത്രത്തിനെ കൈകാര്യം ചെയ്യുന്ന പാർട്ടിയുടെ മുഖ്യമന്ത്രിയാണെന്നുള്ളത് വിരോധാഭാസമായിട്ടിരിക്കട്ടെ. പണ്ട് വീരേന്ദ്രകുമാറിൻ്റെ സഹോദരിയെയും ജീവിച്ചിരിക്കുന്ന സഹോദരിക്ക് അവസാനം ഞാൻ മരിച്ചിട്ടില്ല എന്ന് വാർത്താക്കുറിപ്പ് ഇറക്കേണ്ടി വന്നതാണ് ഇതേ ദേശാഭിമാനി പത്രം കൊണ്ട്. അതുകൊണ്ട് മാധ്യമപ്രവർത്തനത്തെ സംബന്ധിച്ച് ഏറ്റവും നന്നായിട്ട് പറയാൻ അർഹതയുള്ള ആൾ തന്നെയാണ് ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയത്. പിന്നെ 2 വാർത്താ സമ്മേളനങ്ങൾ നടന്നല്ലോ. പ്രതിപക്ഷ നേതാവിൻ്റെ മാറ്റി നിർത്തിയാൽ മുഖ്യമന്ത്രിയുടെയും അൻവറിൻ്റെയും വാർത്താ സമ്മേളനം നടന്നു. വൈകുന്നേരത്തെ വാർത്താ സമ്മേളനത്തിൽ നിന്നും തുടങ്ങാം. നമ്മൾ ഷേക്സ്പിയറിൻ്റെ കഥയിൽ ബ്രൂട്ടസിനെ പരാമർശിക്കുന്ന മാർക്ക് ആൻഡ്രിയുടെ പ്രസംഗമുണ്ട്. ബ്രൂട്ടസ് ഏറ്റവും ബഹുമാന്യനായിരുന്നു, ഏറ്റവും മാന്യനായ വ്യക്തിയായിരുന്നു എന്ന് ബ്രൂട്ടസ് പറയുന്ന ഒരു വിഖ്യാതമായ പ്രസംഗമുണ്ട്. എനിക്ക് അൻവറിൻ്റെ പത്രസമ്മേളനം കണ്ടപ്പോൾ അതാണ് എനിക്ക് തോന്നിയത്. പിണറായി വിജയൻ മാന്യനായ വ്യക്തിയാണെന്നും അദ്ദേഹം ഇതൊന്നും അറിയുന്നില്ല എന്ന് പറയാൻ ശ്രമിച്ചത് ഏറ്റവും കഴിവുകെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്നുള്ളതാണ്. ഈ റഹീമിനെ പോലുള്ള സഖാക്കന്മാർക്കെല്ലാം ശബ്ദം തിരിച്ചു കിട്ടിയതിൽ, സംസാരദേശം തിരിച്ചു കിട്ടിയതിലുള്ള സന്തോഷവും കൂടി ഞാൻ പങ്കുവെക്കാം. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഈ കള്ളത്തരത്തിനൊപ്പം നിൽക്കുന്നോ അതോ തട്ടിപ്പുകാരനൊപ്പം നിൽക്കണോ എന്നുള്ള വലിയ ആശങ്കയിലും വലിയ ഒരു കൺഫ്യൂഷനിലായിരുന്നവർ. എന്തായാലും ആ സംസാരശേഷി തിരിച്ചു കിട്ടിയല്ലോ, അതിന് നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാം. നോക്കൂ, അൻവർ പറഞ്ഞിരിക്കുന്നത് എന്താ? അൻവറാണ് എന്നുള്ളത് മാറ്റി നിർത്തിയാൽ നമ്മുടെ മുന്നിൽ ലഭിക്കുന്ന വിവരങ്ങൾ വെച്ച് അൻവർ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങൾക്കും ഒരു സത്യസന്ധതയുണ്ട്. പല കാര്യങ്ങൾക്കും സത്യസന്ധതയേക്കാൾ ആധികാരികതയുണ്ട്. ADGP അജിത് കുമാറിനെ സംബന്ധിച്ച് പറയുന്നത്, അദ്ദേഹം സ്വത്ത് സമ്പാദിച്ചതിനെ സംബന്ധിച്ച് പറയുന്നത്, സ്വർണം കള്ളക്കടത്തിനെ സംബന്ധിച്ച് പറയുന്നത്, ഇതിലെല്ലാം എവിടെയൊക്കെയോ ആധികാരികത നമുക്ക് കാണാൻ സാധിക്കും. ആ തട്ടിപ്പ് മുഴുവൻ ഞാൻ ഏറ്റെടുക്കുന്നു എന്നാണ് പി ശശി ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യവും ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയാണ്. അപ്പോൾ അൻവർ പറഞ്ഞ മുഖ്യമന്ത്രി പൊട്ടനാണ് എന്നുള്ളത് നമുക്കാർക്കും അംഗീകരിക്കാൻ കഴിയില്ല. പി ശശി അറിഞ്ഞു ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ എൻ്റെ അറിവോടും പി ശശിയുടെ പ്രവർത്തനം മാതൃകാപരമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ശശി ചെയ്ത എല്ലാത്തിൻ്റെ ഉത്തരവാദിത്വം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റെടുക്കുകയാണ്. ADGP അജിത് കുമാർ ഇത്രമാത്രം വലിയ ആരോപണ ചുഴിയിൽ നിൽക്കുമ്പോഴും ലോ ആൻഡ് ഓർഡർ ചുമതലയുള്ള ADGP സ്ഥാനത്ത് നിന്ന് പോലും മാറ്റാൻ തയ്യാറല്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെയും ചേർത്ത് പിടിക്കുകയാണ്. ഇനി നമ്മൾ കുറച്ചു നാൾ മുൻപോട്ട് കൂടി പോകണം. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സംബന്ധിച്ച് നാളിതുവരെ ഉയർന്നു വന്ന ആരോപണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം എന്താ? സ്വർണ്ണക്കള്ളക്കടത്താണ്. സ്വർണ്ണക്കള്ളക്കടത്തിന് ഏറ്റവും നേതൃത്വം കൊടുക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണെന്ന് അദ്ദേഹത്തിന്റെ മറന്നുവെച്ച ബാഗിലൂടെ സ്വപ്ന സുരേഷ് പറയുകയുണ്ടായി.
ആ സ്വപ്ന സുരേഷിന്റെ മൊഴിയെ ശരിവെച്ചുകൊണ്ട് ശിവശങ്കർ കസ്റ്റംസിന് മൊഴി കൊടുത്തിട്ടുണ്ട്. അവിടെ മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള പ്രൈവറ്റ് സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ള മുഴുവൻ സംവിധാനവും സ്വർണ്ണക്കള്ളക്കടത്തിന്റെ ഭാഗമായിരുന്നു എന്നുള്ളത് പ്രതിപക്ഷം ആരോപിച്ചിരുന്നത് അൻവർ ശരിവെച്ച് മുദ്രവെക്കുകയല്ലേ. ഇന്ന് ആ കള്ളത്ത് സ്വർണ്ണ തട്ടിപ്പുകാരെ മുഴുവൻ താൻ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിലെ സ്വർണ്ണക്കള്ളക്കടത്തിന്റെ ഏറ്റവും ഒന്നാം പ്രതി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്, പിണറായി വിജയനാണ്. ഈ മുഴുവൻ സ്വർണ്ണക്കള്ളക്കടത്തുകാരെയും ഞാൻ സംരക്ഷിക്കുന്നു എന്നാ പറയുന്നത്. ഇന്ന് അൻവർ കടത്തി പറഞ്ഞിരിക്കുന്നു പി ശശി ഈ സ്വർണ്ണക്കള്ളക്കടത്തിന്റെ വിഹിതം പറ്റുന്ന ആളാണെന്ന് പറഞ്ഞിരിക്കുന്നു. എന്ന് വെച്ചാൽ മുഖ്യമന്ത്രി ആ വിഹിതം പറ്റുന്നു എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പി ശശിയെ സംരക്ഷിക്കുന്ന വാർത്താ സമ്മേളനത്തിന് ശേഷവും പി വി അൻവർ ആരോപിക്കുമ്പോൾ പി വി അൻവർ നേരത്തെ മാർക്ക് ആന്റണി പറഞ്ഞ പോലെ പറയുന്നത് ഈ പണം മുഴുവൻ മുഖ്യമന്ത്രിയിലേക്ക് തന്നെ എത്തുന്നു എന്നുള്ളതാണ്. എന്താ ഇനി ആർക്കാ സംശയം? കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അധോലോക കേന്ദ്രമാണ് എന്നുള്ളത് ഇനി ആർക്കാ മനസ്സിലാവാത്തത്? ഈ കേരളത്തിൽ നടന്ന സ്വർണ്ണ പൊട്ടിക്കൽ ഞാൻ ചോദിക്കട്ടെ, CPM മാത്രം കേന്ദ്രീകരിച്ചാണല്ലോ മുഴുവൻ സ്വർണ്ണക്കള്ളിപ്പ് കേസ് വന്നത്. അർജുൻ ആയങ്കിയുടെ സ്വർണം പൊട്ടിക്കൽ മുതലുള്ള കേസുകൾ മുഴുവൻ. എങ്ങനെയാണ് ഇവർക്കെല്ലാം സംരക്ഷണം കിട്ടുന്നത്? രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ഇവർക്ക് എങ്ങനെയാണ് സംസ്ഥാന സർക്കാരിൽ നിന്നും കേന്ദ്ര സർക്കാരിൽ നിന്നും സംരക്ഷണം കിട്ടുന്നത്? ആ സംരക്ഷണം മുഴുവൻ പിണറായി വിജയന്റെ നേതൃത്വത്തിലാണെന്നുള്ളത് ഇന്ന് അസന്ദിഗ്ധമായി ഇന്ന് കേരളത്തിന് ബോധ്യപ്പെട്ടിരിക്കുന്നു. അപ്പൊ തട്ടിപ്പ് മാത്രമല്ല, കൊള്ളയും കൊലയുമെല്ലാം അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി പിണറായി വിജയൻ ചെയ്യുന്നു എന്നുള്ളത് കേരളത്തിന്റെ ഭരണകക്ഷിയായ ഒരു MLA പറഞ്ഞിരിക്കുകയാണ്. ഇതിനപ്പുറം മുഖ്യമന്ത്രിക്ക് രാജിവെക്കാൻ മറ്റെന്ത് കാരണം വേണ്ടത്? എന്ത് കാരണം വേണം? തന്റെ മുൻകാലത്തെ പ്രസംഗങ്ങൾ മുഴുവൻ എടുത്തു നോക്കിയാൽ അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ കാണ്ടാമൃഗത്തെ തോൽപ്പിക്കുന്ന തൊലിക്കെട്ടി നിങ്ങൾക്കില്ലെങ്കിൽ മിസ്റ്റർ പിണറായി വിജയൻ ഈ നിമിഷം നിങ്ങൾ രാജിവെക്കണം. നിങ്ങളെ കൊണ്ട് കൂട്ടിയാ കൂടൂല, നിങ്ങളെ കൊണ്ട് കഴിവില്ലാത്തവനാണെന്ന് കേരളം വിശ്വസിക്കുന്നില്ല. പകരം നിങ്ങൾ അധോലോക നായകൻ ആണ് എന്നാണ് കേരളം ഇന്ന് വിശ്വസിക്കുന്നത്. അതാണ് വസ്തുതകളോടുകൂടി ഇന്ന് കേരളത്തിന്റെ സമൂഹത്തിന്റെ മുന്നിൽ നിൽക്കുന്നത്. ഞങ്ങൾ കഴിഞ്ഞ 5 വർഷക്കാലം 6 വർഷക്കാലമായി പറയുന്ന സത്യവും ഇത് തന്നെയാണ്. അതിനുള്ള മുഴുവൻ കാര്യങ്ങൾ ഇന്ന് സമൂഹത്തിന് മുന്നിലുണ്ട്. ശരി ശ്രീ രാജു പി നായർ, ശരി, താങ്കൾ അതൊക്കെ വിശദമായി ഇപ്പോൾ പ്രതികരിക്കുകയുണ്ടായല്ലോ. ശ്രീ A റഹീം, ഇവിടെ ഒന്നാമതായി രാജു പറഞ്ഞ കാര്യം, അങ്ങടക്കമുള്ളവർക്ക് സംസാരശേഷി വീണ്ടും കിട്ടിയതിൽ ശ്രീ രാജു പ്രകടിപ്പിക്കുന്ന സന്തോഷത്തിനുള്ള മറുപടിയിൽ തുടങ്ങാം. അങ്ങയുടെ പ്രതികരണം. രാജുവിൻ്റെ മറുപടിക്കും ഞാൻ ഇരുന്നാൽ അത് പിന്നെ രാജുവിന് ബുദ്ധിമുട്ടായി പോവില്ലേ? ശ്രീ രാജു മനസ്സിലാക്കേണ്ടത് CPIM നിങ്ങൾ ഉയർത്തിവിടുന്ന ഏതെങ്കിലുമെല്ലാം തെറ്റായ കാര്യങ്ങളുടെ മുമ്പിൽ വന്നു നിന്ന് വർത്തമാനം പറയുന്ന കൂട്ടരല്ല. ആരുടെ നാവ് താഴ്ന്നു പോയതിനെക്കുറിച്ചാണ് നിങ്ങൾ പറഞ്ഞത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ, CPIM സംസ്ഥാന സെക്രട്ടറി, പിന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, ഇതെല്ലാം പറയുന്നത് CPIM പ്രതികരണമല്ലേ? പിന്നെ നിങ്ങൾ ഇതിൽ കൂടുതൽ വേറെ ആരുടെ പ്രതികരണമാണ് ഇത്രയും കാലം ഇല്ലാതിരുന്നത് എന്ന് പറയുന്നത് CM-ൻ്റെ ഇന്നത്തേത്. എത്ര തവണയാണ് സഖാവ് ഗോവിന്ദൻ മാസ്റ്റർ മാധ്യമങ്ങളെ കണ്ടത്? എത്ര തവണയാണ് ഇത് സംബന്ധിച്ച് TP രാമകൃഷ്ണൻ LDF-ൻ്റെ കൺവീനർ മാധ്യമങ്ങളോട് സംസാരിച്ചത്? അപ്പോൾ എന്ത് നോക്കിയിട്ടാണ് അങ്ങ് പറഞ്ഞത്? പക്ഷേ നിങ്ങളാരും ചിത്രത്തിലില്ലായിരുന്ന കുറേ ദിവസം ഉണ്ടായിരുന്നു. മോൺസൺ മാവുങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ KPC പ്രസിഡൻറ്റിൻ്റെ കഥ എല്ലാം പിടിച്ചല്ലോ. അതിൻ്റെ കഥകൾ ഇങ്ങോട്ട് വന്നപ്പോൾ രാജു പി നായർ എവിടെ പോയിരുന്നു? ഉത്തരം മുട്ടിപ്പോയി വാക്കുകൾ മിണ്ടാതിരുന്നത് മറ്റേ KPCC ആഫീസ് നീല ടാർപ്പ കെട്ടിയ കുറേ ചുവന്ന കസേര വർക്കിയിട്ട ഈ മരണ വീട് പോലെ ആയിപ്പോയത് അന്നായിരുന്നു കേട്ടോ. അപ്പോൾ മലർന്ന് കിടന്ന് തുപ്പാനൊന്നും രാജു നിൽക്കണ്ട. രാജു ഇതിൽ രാഷ്ട്രീയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ രാജുവിന് അഭിപ്രായം പറ, അതായിരിക്കും രാജുവിന് നല്ലത്. അപ്പോൾ രാജുവിന് അത്രമാത്രമേ പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ളൂ. വേണുവിന് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഞാൻ പറയാം. ഇവിടെ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ADGP-യുമായി ബന്ധപ്പെട്ട ഈ കൂടിക്കാഴ്ച വിവാദത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് എന്താണ്? അതൊരു രാഷ്ട്രീയ കൂടിക്കാഴ്ചയായിരുന്നില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ദൗത്യം ADGP നിർവഹിച്ചു എന്നത് പിണറായി വിജയൻ നിഷേധിക്കുന്നുണ്ട്. അങ്ങനെ നിഷേധിച്ചാൽ തീരുന്നതല്ല ADGP-യുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സംശയങ്ങൾ. അപ്പോൾ ആ ബാക്കി ഭാഗം കിടക്കുന്നുണ്ട്. അതൊരു DGP അല്ല പൊളിറ്റിക്കൽ സർട്ടിഫിക്കേഷൻ കൊടുക്കേണ്ടത് ADGP-ക്ക് അല്ലേ ശ്രീ റഹീം? അങ്ങനെ DGP-മാരും ഈ പോലീസ് ആസ്ഥാനങ്ങളുമാണ് ഇത്തരം കാര്യങ്ങൾക്ക് ഈ ക്ലിയറൻസ് കൊടുക്കുന്ന ഒരു വിഭാഗമാവുക എന്നത് നല്ല ജനാധിപത്യത്തിന്റെ ലക്ഷണമല്ല. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ആ വിശദീകരണം എത്രമാത്രം തൃപ്തികരമാണ്?
അങ്ങയോട് ഞാൻ പറയാം, ഈ പൊളിറ്റിക്കൽ സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പ്രവർത്തിക്കുന്നത് പാർട്ടി പരിപാടിയുടെയും ഭരണഘടനയുടെയും വെളിച്ചത്തിലല്ല, ഒരിക്കലും ആവുകയും വരുത്. അത് ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ്, നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും കീഴ്വഴക്കങ്ങളുടെയും അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അദ്ദേഹം ഇന്ന് വിശദീകരിച്ചത് എന്താണ്? നേരത്തെ സഖാവ് എം വി ഗോവിന്ദൻ മാസ്റ്റർ വിശദീകരിച്ചത് എന്താണ്? ഒരു ADGPയെയും ഇന്ന് മുഖ്യമന്ത്രി കൂടുതൽ കടത്തി പറഞ്ഞു, കോൺഗ്രസ് ജയറാം പണിക്കലിനെ കുപ്രസിദ്ധമായ കോലീബി സഖ്യത്തിന് വേണ്ടി ഇടനിലക്കാരനായി നിയോഗിച്ചതുപോലൊരു സംസ്കാരവും രീതിയും ഞങ്ങൾക്കില്ല. ഇനി ഈ പറയുന്ന ADGP അജിത് കുമാർ RSSന്റെ നേതാക്കളെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് CPIMൻ്റെയോ മുഖ്യമന്ത്രിയുടെയോ ദൂതുമായി പോയതുമല്ല. അങ്ങനെ ഒരു ഏർപ്പാട് ഞങ്ങൾക്കില്ല. ഇതാണ് സംയുക്തമായി പറഞ്ഞത്. രണ്ടാമതോ, അയാൾ പോയതിലും കണ്ടതിലും ചട്ടവിരുദ്ധമായി, നിയമവിരുദ്ധമായി, കീഴ്വഴക്കങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അദ്ദേഹത്തിൻ്റെ കൃത്യനിർവഹണത്തിനപ്പുറത്ത്, വ്യക്തിപരമായ എന്തെങ്കിലും കാര്യങ്ങൾക്കപ്പുറത്ത് എന്തെങ്കിലും ദുരുദ്ദേശത്തോടു കൂടി പോയതാണോ? പരിശോധിച്ചല്ലേ അറിയാൻ കഴിയുള്ളൂ. 1.5 വർഷത്തിന് ശേഷമാണ് പരിശോധനയിലേക്ക് കടക്കുന്നത്. ഞാൻ പറയട്ടെ എന്നെ പറയാൻ അനുവദിക്കണം, വ്യക്തത അനുവദിക്കണം. ഈ പാനൽ തന്നെ ഇംബാലൻസ്ഡ് ആണ്. അത് അങ്ങും കുറ്റസമ്മതം മൂളും എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ആ മാന്യതയുണ്ടാകണം. എന്താ പ്രശ്നം? ഇത് 1.5 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം. സാധാരണഗതിയിൽ വിവിധ IAS ഓഫീസർമാർ, വിവിധ IPS ഓഫീസർമാർ, വ്യത്യസ്ത ഓഫീസർമാർ രാഹുൽ ഗാന്ധിയെ കാണാറുണ്ട്, സോണിയാഗാന്ധിയെ കാണാറുണ്ടായിരിക്കാം, മറ്റു പല രാഷ്ട്രീയ നേതാക്കളെയും കാണാറുണ്ടായിരിക്കാം, RSSന്റെ നേതാക്കളെ കാണാറുണ്ടായിരിക്കാം, സർക്കാരിനെ കാണാറുണ്ടായിരിക്കാം, പലതും ഉണ്ടായിരിക്കാം, പലരും കാണും, പല രാഷ്ട്രീയ നേതാക്കളെ കാണാം. ആ കാണുന്ന കാര്യങ്ങൾ ഒരു അസ്വാഭാവിക നടപടിയായി സാധാരണ വരാറില്ല. അതൊരു പ്രശ്നമായി ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ വന്നത് ഇപ്പോഴാണ്. ആ പ്രശ്നത്തിനു മേൽ അടയിരിക്കുകയല്ല ഗവൺമെൻറ് ചെയ്തത്. ഗവൺമെൻറ് നിലപാട് പറഞ്ഞു, ഗവൺമെൻറ് അത് സംബന്ധിച്ച് അന്വേഷിക്കുന്നു. ആ അന്വേഷണ റിപ്പോർട്ട് ഞങ്ങളുടെ മേശപ്പുറത്തെത്തിയാൽ, മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്തെത്തിയാൽ, അതിൽ കുറ്റമുണ്ടെന്ന് കണ്ടെത്തിയാൽ തൊട്ടടുത്ത നിമിഷം നടപടിയുണ്ടാകും. ഏതുപോലെ ഇതേ MR അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന്, പ്രാഥമിക അന്വേഷണത്തിന് ശേഷം ശുപാർശ വന്നു. 1 മണിക്കൂർ കൊണ്ട് അതേ മുഖ്യമന്ത്രി ഒപ്പിട്ടില്ലേ? നിങ്ങൾ വാർത്ത കൊടുത്തില്ലേ? പിന്നെ എന്തിനാണ് ശങ്കിക്കുന്നത്? അപ്പോൾ അത്തരം കാര്യങ്ങൾ വേണ്ട. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്താൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ അസ്ഥിരപ്പെടുത്താൻ, ആ ഗവൺമെൻറ്റിൽ അവിശ്വാസത സൃഷ്ടിക്കാൻ ഒരാൾ വിചാരിച്ചാലും നടക്കില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു കൂട്ടവുമായി ആരിറങ്ങിയാലും അതിൻ്റെ മുമ്പിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് മുട്ടുമടക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ഇന്ന് മുഖ്യമന്ത്രി ദീർഘനേരം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. ശരി. നമ്പർ 2, അത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു, LDFൻ്റെ കൺവീനർ പറഞ്ഞു. അതുകൊണ്ട് ഒരു സംശയത്തിൻ്റെയും ഇടമില്ല. ഞങ്ങൾ ഈ ഗവൺമെൻറ്റിനെ പുകമറയിൽ നിർത്താൻ, എതിരാളികൾക്ക് ചെളിയെറിയാൻ ഒരു കാരണവശാലും ഞങ്ങളൊക്കെ കൈകെട്ടി നോക്കി നിൽക്കില്ല. ഈ ഗവൺമെൻറ്റിനെ പ്രതിരോധിക്കാനുള്ള ബാധ്യത ഈ നാട്ടിലെ ഓരോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകനുമുണ്ട്. അത് വളരെ അന്തസ്സായി, നല്ല രാഷ്ട്രീയ ധാരണയോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സഖാക്കൾ, പ്രവർത്തകർ നിർവഹിക്കും. ശരി റഹീം. ശ്രീ KVS സരിദാസ്, ഇവിടെ ഇപ്പോൾ ശ്രീ രാജു P. നായർ പറഞ്ഞ കാര്യം കേട്ടല്ലോ. ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലൂടെ മുഖ്യമന്ത്രിയാണ് ഇതിൻ്റെ എല്ലാം ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത്. അത് രാജു വ്യാഖ്യാനിച്ച വിധവും അങ്ങ് കേട്ടല്ലോ. അപ്പോൾ ഈ കുറ്റങ്ങളുടെയും ഈ സ്വർണ്ണക്കടത്തിൻ്റെയും ഒക്കെ അടിസ്ഥാന രക്ഷാധികാരി മുഖ്യമന്ത്രിയാണ് എന്ന് ഇന്ന് അദ്ദേഹം ഈ ആരോപണം ഉയർന്നവരെയൊക്കെ ചേർത്ത് നിർത്തുന്നത് വഴി തെളിഞ്ഞിരിക്കുന്നു എന്നാണ് രാജു പറയുന്നത്. അങ്ങനെ ഒരു അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? കൂടാതെ പിണറായിയുടെ രാഷ്ട്രീയ ദൂതനായിട്ടല്ല ADGP പോയത് എന്നതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന രാഷ്ട്രീയ സംശയങ്ങൾക്കിനി പ്രസക്തിയില്ല എന്ന അഭിപ്രായം BJPക്കുണ്ടോ? വേണം, ഞാനത് രണ്ടിലേക്കും വരാം. എനിക്ക് വേറൊന്നാണ് തോന്നിയത്. ആദ്യമായിട്ട് മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു ചിന്ത. ഇപ്പോൾ റഹീം തന്നെ പറഞ്ഞില്ലേ, CMനെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്താൻ ഞങ്ങൾ അനുവദിക്കില്ല. വേണു ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ന് വൈകുന്നേരത്തെ അൻവറിൻ്റെ പത്രസമ്മേളനം, ഓരോ വാക്കിലും അദ്ദേഹം CMനെ ന്യായീകരിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കും ചെന്ന് കൊള്ളുന്നത് ആരുടെ നെഞ്ചത്താ? ഏത് ഓഫീസിന് നേരെയാണ്? മുഖ്യമന്ത്രിയെ ന്യായീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് P. ശശിയെ കടന്നാക്രമിക്കുകയല്ലേ?
പി ശശിക്ക് കള്ളക്കടത്തിൽ പങ്കുണ്ട് എന്ന് ഞാൻ സംശയിക്കുന്നു എന്ന് പറയുന്നതാരാ? റഹീമിന്റെ പാർട്ടി പിന്തുണച്ച് ജയിപ്പിച്ച MLA അല്ലേ? ഇവിടെ ആരാണ് പ്രതിക്കൂട്ടിലാകുന്നത്? നമ്മൾ ആരെങ്കിലും ഉണ്ടാക്കിയ സൃഷ്ടിയാണോ ഇത്? ഇത് ചെറിയ പ്രശ്നമല്ല. സ്വർണ്ണക്കള്ളക്കടത്താണ്, റോബറിയാണ്, ഫോൺ ടാപ്പിംഗ് ആണ്, മറ്റെന്തൊക്കെയോ ആണ്. ഈ വിഷയത്തിലൊക്കെ രാവിലെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തി പിരിയുമ്പോൾ പ്രതിക്കൂട്ടിലായത് അൻവറാണ്. നമുക്കൊക്കെ അറിയാം. അൻവറിനെ പിൻ പോയിന്റ് ചെയ്തിട്ടുണ്ട്. ശശിയെ ന്യായീകരിച്ചു. ADGP മാറ്റുന്ന പ്രശ്നമില്ല എന്ന് ആവർത്തിച്ചും പറഞ്ഞു. പക്ഷേ ആ ഓരോ ഞാൻ മുഖ്യമന്ത്രിയുടെ സമ്മേളനം നമ്മൾ എത്രയോ കണ്ടിട്ടുണ്ട്. വളരെ കാം ആൻഡ് കൂളായി നിന്ന് വളരെ പ്ലസന്റ് ആയിട്ട് മുഖ്യമന്ത്രി ഇന്ന് അവതരിപ്പിച്ചിട്ട് അവസാനം എങ്ങനെയാ തീർത്തത്? അൻവറിനെ പിൻ പോയിന്റ് ചെയ്തിട്ടല്ലേ? ആ അൻവർ ഇന്നത്തെ ഈ കരുത്തൻ എന്നൊക്കെ കേരളം വിശേഷിപ്പിക്കാറുള്ള പിണറായി വിജയന് നേരെ രണ്ടാമതും വാർത്താ സമ്മേളനം നടത്തി ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇവിടെ മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിൽ നിർത്തുക ചെയ്യുന്നത്, മുഖ്യമന്ത്രിയെ ഏറ്റടിയിക്കുന്ന സ്ഥിതിയിലേക്ക് അൻവർ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇതിന് വേറെ ആരുമല്ല റഹീമേ, നിങ്ങളുടെ പാർട്ടി ജയിപ്പിച്ച നിങ്ങളുടെ MLA ആണ് ഈ പിണറായി വിജയനെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നത്. പി ശശിക്ക് കള്ളക്കടത്തിൽ പങ്കുണ്ടെന്ന് വരെ പറഞ്ഞു വെച്ചു. ഇത് ചെറിയ പ്രശ്നമാണോ? ഇത് കേരളത്തിലെ പോലീസ് സംഘം അന്വേഷിച്ചാൽ തീരുന്ന പ്രശ്നമാണോ? ഇതിൽ ഫോൺ ടാപ്പിംഗ് ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു. കള്ളക്കടത്തുണ്ട്. മിക്കവാറും കള്ളക്കടത്ത് കൂടി ഉണ്ടെങ്കിൽ അതിന് വേറെ ചില മാനങ്ങൾ കൂടി ഉണ്ടായേക്കാം. അതുകൊണ്ട് ഇത് കേന്ദ്ര ഏജൻസി ഗൗരവത്തിൽ അന്വേഷിക്കേണ്ട പ്രശ്നമാണ്. മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞല്ലോ, അൻവറിന്റെ ചെയ്തികളെ കുറിച്ച് അന്വേഷിക്കണം, അതിനെക്കുറിച്ച് റിപ്പോർട്ട് വേണമെന്ന് ഗവർണർ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന്. ആ ഗവർണറുടെ കത്തെടുത്ത് വെച്ചിട്ട് മുഖ്യമന്ത്രിക്ക് കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തിന് ആവശ്യപ്പെടാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഇതൊരു പ്രശ്നത്തിന്റെ, ഒരു പുതിയ പ്രശ്നത്തിന്റെ തുടക്കമാണ് ഇന്ന്. ഇന്നലെ വരെ ഉണ്ടായിരുന്ന വിഷയമല്ല ഇന്ന് കേരളത്തിലുള്ളത്. ഇന്നലെ വരെ കേരളം ചർച്ച ചെയ്ത വിഷയമല്ല ഇന്ന് കേരളത്തിലുള്ളത്. അതിൻ്റെ മാനങ്ങൾ വലുതാണ്. അതുകൊണ്ട് ഇത് നിസ്സാരമായിട്ട് കാണാൻ CPM-ഉം വിചാരിക്കേണ്ട, ഇടതുമുന്നണിയും വിചാരിക്കേണ്ട എന്നാണ്. അല്ല, മാനങ്ങൾ വലുതാണ് എന്ന് ഇന്നു മുതൽ ഇതിനൊരു പ്രത്യേകത അങ്ങ് പറയുന്നതിന്റെ അടിസ്ഥാനം? അല്ല, ഇന്നലെ വരെ ഈ കള്ളക്കടത്ത് സംഘമാണ് ഇതിന് പിന്നിലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടോ? ഇന്ന് രാവിലെ മുഖ്യമന്ത്രി അത് സൂചിപ്പിച്ചില്ലേ? അതിന്റെ ബെനിഫിഷ്യറി ആരാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞില്ലേ? നമുക്ക് മനസ്സിലാകത്തക്കോണം അദ്ദേഹം വിശദീകരിച്ചില്ലേ? അത് മാത്രമല്ല, ഫോൺ ടാപ്പിങ്ങിനെ കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചില്ലേ? ശരി. പക്ഷേ ഈ ഗവർണറുടെ കത്തുമൊക്കെ വെച്ചുകൊണ്ടും, അല്ലെങ്കിൽ ഇപ്പോ എന്തോ ഒരു പുതിയ കാര്യം മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, അതിന്റെ ബെനിഫിഷ്യറി ആരാണ് എന്ന് കണ്ടെത്തി അതിന്റെ സൂചന നൽകിയല്ലോ എന്നൊക്കെ അങ്ങ് പറയുന്നുണ്ടല്ലോ. കേന്ദ്ര ഏജൻസി വരണമെന്നും അങ്ങ് പറയുന്നുണ്ടല്ലോ. ഒരു കേന്ദ്ര ഏജൻസിയുടെ മൂക്കിന് താഴെയാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നത് എന്ന കാര്യം നിങ്ങൾ സ്വമേധയാ പരിശോധിക്കേണ്ടതാണ്. കസ്റ്റംസിന്റെ മൂക്കിന് താഴെയാണ് ഈ കാര്യങ്ങളെല്ലാം നിർബാധം നടന്നത്. അതാണ് ആദ്യം പരിശോധിക്കേണ്ടത്. ശ്രീ NP ചെക്കുട്ടിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു മിനിറ്റ്. ശ്രീ A റഹീം, വേഗം ശ്രീ KVS-നുള്ള മറുപടി. ഇത് പ്രതിപക്ഷത്ത് നിന്ന് മുഖ്യമന്ത്രിയെ പ്രതിരോധത്തിലാക്കിയ ആരോപണങ്ങളല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനുള്ള മറുപടി ചുരുക്കി. ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരൊറ്റ മിനിറ്റ്. ഇന്നത്തെ മാധ്യമപ്രവർത്തകരെ വളരെ കടന്നാക്രമിച്ചുകൊണ്ടുകൂടിയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനം ആരംഭിച്ചത് എന്ന കാര്യം വേണു മറന്നു പോകരുത്. ആ കാര്യം ഞാൻ ആവർത്തിക്കുകയാണ്. യഥാർത്ഥത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ക്രിമിനൽ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഒരു വശം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ദീർഘനേരം തൻ്റെ സമയം ചിലവഴിച്ചതെന്ന കാര്യം കൂടി ഞാൻ സന്ദർഭവശാൽ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി വേറൊരു കാര്യം ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, ശ്രീ ഹരിദാസ് പറയാണ് സ്വർണ്ണക്കടത്ത്. വേണു ചോദിച്ച ഒരു ചോദ്യം, കസ്റ്റംസിനെ കടത്തി കരിപ്പൂർ വഴി സ്വർണം കടത്തുന്നു. ഈ സമീപകാലത്ത് കേരള പോലീസ് തന്നെ അറസ്റ്റ് ചെയ്തത് ഒരു കസ്റ്റംസ് ഓഫീസറെ കൂടിയാണ്. മറന്നു പോകരുത്, കസ്റ്റംസ് ഓഫീസറെ കൂടി അറസ്റ്റ് ചെയ്യുകയാണ് ഈ സ്വർണ്ണക്കള്ളക്കടത്തുകാർക്കൊപ്പം. ഒരു കാര്യം ഹരിദാസ് മനസ്സിലാക്കിക്കൊള്ളണം, കേരളത്തിൽ സ്വർണ്ണക്കള്ളക്കടത്തും ഹവാല ഇടപാടുകളും കേരള പോലീസ് ഈ സമീപകാലത്തായി ശക്തമായി റെയ്ഡ് ചെയ്ത് പിടിക്കുന്നു. അങ്ങനെ പിടിക്കേണ്ട ചില സാഹചര്യങ്ങളുണ്ട്. എന്താണ് സാഹചര്യം?
ഈ സമീപകാലത്ത് വന്ന ചില വാർത്തകളുണ്ട്. ഈ പൊട്ടിക്കൽ സംഘങ്ങൾ വരുന്നു, വ്യാപകമായി അതൊരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ആയി ഡെവലപ്പ് ചെയ്യുന്നു. അങ്ങനെ ശക്തമായി പിടിക്കാൻ തുടങ്ങി. അങ്ങനെ പിടിക്കാൻ തുടങ്ങുമ്പോൾ അതിനെതിരെ നിൽക്കുന്ന ആളുകൾക്ക്, അതിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾക്ക് ചില പ്രയാസങ്ങൾ നേരിടും. അത് കസ്റ്റംസിന് നേരിട്ടേക്കാം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പുറത്ത് ഈ പൊട്ടിക്കൽ സംഘത്തിന് നേരിട്ടേക്കാം. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി തന്നെ അതിൻ്റെ കണക്ക് പുറത്തുവിട്ടല്ലോ. മുഖ്യമന്ത്രി പുറത്തുവിട്ടെന്ന് മാത്രമല്ല, കേരള പോലീസിൻ്റെ വെബ്സൈറ്റിൽ തന്നെ ഇപ്പോൾ അതിൻ്റെ വിവരങ്ങളുണ്ടല്ലോ. ആ വിവരങ്ങളിൽ വളരെ വ്യക്തമായി ആ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. അപ്പോൾ കേരള പോലീസിൻ്റെ പ്രയോറിറ്റി സ്വർണ്ണക്കള്ളക്കടത്ത് സംഘങ്ങളെ പിടിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ തോത് നമ്മുടെ മുമ്പിലുണ്ട്. ശരി, പക്ഷേ ഇതിന് വേഗം മറുപടി. എനിക്ക് മറ്റതിഥികളിൽ കൂടെ പോകണം റഹീം. അല്ലല്ല, ഇതെല്ലാം ഉന്നയിക്കുകയും അല്ല ഈ മുഖ്യമന്ത്രിയെയും ഈ പോലീസിനെയും പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും സംശയിക്കുകയും ചെയ്യുന്ന ആളിന്റെ പേരെന്താണ്? അത് ഏത് മുന്നണിയിലാണ്? 4-ാം തീയതി നിയമസഭയിൽ അൻവർ ഇരിക്കാൻ പോകുന്ന സ്ഥലം എവിടമാണ്? പ്രതിപക്ഷത്താണോ? ആ അൻവറിന് ഇപ്പോൾ വലിയ ദിവ്യ പരിവേഷം കൊടുത്ത് ഫുൾ ടൈം അദ്ദേഹത്തെ മാധ്യമ പരിവേഷമായി മാറ്റിയെടുത്തുന്ന അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം നിങ്ങൾ ഫുൾ കവറേജ് ആയിരുന്നു. ഒരാൾക്ക് ഫുൾ കവറേജ് കൊടുത്ത് നിങ്ങൾ മാധ്യമപ്രവർത്തനം നടത്തിയല്ലോ, വാർത്താ സമ്മേളനം റിപ്പോർട്ട് ചെയ്തല്ലോ. ഞാൻ വേണുവിനോട് ചോദിക്കുന്നു, ഇതൊരു കൃത്യമായൊരു കേസ് സ്റ്റഡി ഏറ്റെടുക്കാലോ? അൻവർ ചെയ്യുന്നതും അൻവർ പറയുന്നതും ആരെയാണ് കൂടുതൽ പ്രതിരോധത്തിലാഴ്ത്തുന്നത്? അത് കേരളത്തിൻ്റെ ഗവൺമെൻറ്റിനെയോ കേരളത്തിലെ ഗവൺമെൻറ്റിനെ അറ്റാക്ക് ചെയ്യുന്നതിന് വേണ്ടി പ്രതിപക്ഷത്തിൻ്റെ കയ്യിൽ, എതിരാളികളുടെ കയ്യിലേക്ക് ആയുധങ്ങൾ കൊടുക്കുകയോ ചെയ്യുന്നു എന്ന ഒരൊറ്റ കാരണത്ത് കൊണ്ട് മാത്രമല്ലേ നിങ്ങളതിന് കവറേജ് കൊടുക്കുന്നത്? ഇപ്പോൾ ഇതേ അൻവർ നിങ്ങളീ പറഞ്ഞ കേരള നിയമസഭയ്ക്കകത്ത് ഈ രാജു പി നായരുടെ നേതാവിനെതിരെ ഒരു ഗുരുതരമായ ആരോപണം ഉന്നയിച്ചു. ഏതാ സഭയ്ക്കുള്ളിൽ. കേരളത്തിലെ മാധ്യമങ്ങൾ അതിന് പ്രാധാന്യം കൊടുത്തോ? എന്തേ കൊടുക്കാത്തെ? അപ്പോൾ അൻവറിനല്ല നിങ്ങൾ പ്രാധാന്യം. അൻവറിൻ്റെ വാക്കുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ ആക്രമിക്കാൻ പാകത്തിലുള്ളതാകുമ്പോൾ നിങ്ങളതിന് പ്രാധാന്യം അല്ല, അതിന്റെ സാഹചര്യം കൂടി അൻവർ പറയുകയാണ്. അൻവർ വാർത്താ സമ്മേളനം വിളിക്കാതിരുന്നാൽ മതിയല്ലോ. അല്ലല്ല, ഒരു സെക്കൻഡ്. അല്ല, പ്രതിപക്ഷത്തെ ബോധ്യപ്പെടുത്താൻ കഴിയാത്ത കേരള സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ കഴിയാത്ത, മാധ്യമ സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ കഴിയാത്ത നിങ്ങളുടെ പരിമിതി മനസ്സിലാക്കാം. അൻവറിനെ ഒന്ന് ബോധ്യപ്പെടുത്തിയാൽ കഴിയുന്നതല്ലേ ഉള്ളൂ. ഞാൻ അങ്ങനെയൊക്കെ വരാം. ഒരു അതിഥിയിലേക്ക് പോയിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും സഹകരിക്കണം. അതാണല്ലോ അതിന്റെ ശരിയായ രീതി. ശ്രീ എൻ പി ചെക്കുട്ടി, ഇവിടെ ശരി, അത് കുഴപ്പമില്ല. ശ്രീ എൻ പി ചെക്കുട്ടി, ഇവിടെ താങ്കൾ അടക്കം ഇന്ന് വരെ കാണാത്തൊരു പിണറായിയാണ് ഇന്ന് കണ്ടത്. എന്താണ് ഇന്നത്തെ പിണറായിയുടെ ഈ വാർത്താ സമ്മേളനത്തിലൂടെ അദ്ദേഹം ലക്ഷ്യമിട്ടിരിക്കുന്നത്? അവിടെ അവസാനിക്കുന്നില്ല എന്ന വെല്ലുവിളി അൻവർ നടത്തുന്നത് എന്തുകൊണ്ട്? ഒന്നാമത്തെ കാര്യം, 1 മണിക്കൂറോളം അദ്ദേഹം മാധ്യമങ്ങളെ സംബന്ധിച്ചുള്ള ഒരു വിശദമായിട്ടുള്ള ഒരു വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. വിമർശനം വളരെ സ്വാഗതാർഹമാണ്. മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്ന പിഴവുകളെ സംബന്ധിച്ചൊക്കെ അദ്ദേഹം ഗൗരവമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നല്ലതാണ്. പക്ഷേ ഇത് ക്രിമിനൽ നടപടികൾ പത്രങ്ങൾക്ക് എതിരെ വേണ്ടി വരും എന്നാണ് അദ്ദേഹം പറയുന്നത്. സാധാരണ നിലയിൽ ജനാധിപത്യ സമൂഹത്തിൽ മാധ്യമങ്ങൾക്ക് അവരുടേതായിട്ടൊരു പങ്കുണ്ട്. അത് യഥാർത്ഥത്തിൽ ജനാധിപത്യ സമൂഹത്തിൽ അംഗീകരിക്കപ്പെട്ടുള്ളതാണ്. തെറ്റുകൾ പറ്റുന്നുണ്ടാവും, പശകൾ പറ്റുന്നുണ്ടാവും. അതൊക്കെ ഈ സാങ്കേതിക വിദ്യയുടെ ഇന്നത്തെ ഈ മാധ്യമ അന്തരീക്ഷത്തിൻ്റെ ചില പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. അതിരിക്കെ തന്നെ അദ്ദേഹം നടത്തുന്ന ഒരു വെല്ലുവിളികൾ അതൊരു ജനാധിപത്യ സമൂഹത്തിൽ അംഗീകരിക്കാൻ കഴിയുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ മാധ്യമങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകുന്ന പെശകൾ തിരുത്താനുള്ള സംവിധാനം ഈ നാട്ടിലുണ്ട്. മാധ്യമങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്ന 1 മണിക്കൂറുള്ള ഒരു അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഒരാളും തടസ്സപ്പെടുത്തിയിട്ടില്ല. അത് പൂർണ്ണമായിട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഒരു ക്രിമിനൽ നടപടിക്രമം ഉണ്ടാവും എന്നൊക്കെ അദ്ദേഹം പറയുന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിന് ഭൂഷണമാണോ എന്ന് ആലോചിക്കേണ്ടതാണ്. അതാണ് ഒന്നാമത്തെ. രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തിൻ്റെ ഇന്ന് നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലും അദ്ദേഹത്തിൻ്റെ മുന്നണിയിലുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ളതാണ്. അല്ലാണ്ട് മറ്റൊരു വിഷയവുമില്ല. അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ ഇടതുപക്ഷ CPM-ൻ്റെ പാർലമെൻ്ററി പാർട്ടിയിലെ ഒരു അംഗമായിട്ടുള്ള അൻവറിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം കള്ളക്കടത്തുകാരായിട്ടുള്ള ആളുകളുടെ കൂടിയ ആളായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന സൂചന പോലും ആ പത്രസമ്മേളനത്തിലുണ്ട്. സ്വന്തം മുന്നണിയിലുള്ള ഒരാൾ
സാമൂഹിക വിരുദ്ധ ശക്തികൾക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ എന്തുകൊണ്ടെന്ന് അവർ പരിശോധിച്ച് നടപടിയെടുക്കേണ്ടതല്ലേ? ഇത്തരത്തിലുള്ള ആളുകളെയാണോ മുന്നണിയുടെ ഭാഗമായിട്ട് വയ്ക്കേണ്ടത്? രണ്ടാമത്തെ കാര്യം, ഈ വിഷയത്തിലൊക്കെ തന്നെ ADGP പിന്നെ അജിത് കുമാറിൻ്റെ കാര്യത്തിൽ CPI എന്ന് പറയുന്ന മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കക്ഷി വളരെ ശക്തമായിട്ട് നിലപാടെടുത്തിട്ടുള്ളതാണ്. അദ്ദേഹത്തെ മാറ്റണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ കാര്യത്തിൽ അവർക്ക് ബോധ്യപ്പെടുന്ന തരത്തിലുള്ള ഒരു സമീപനം, ഒരു 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 നിലപാടെടുക്കുന്നതിൽ അദ്ദേഹം വിജയിച്ചിട്ടില്ല. അദ്ദേഹം തൻ്റെ കൂടെയുള്ള ആളുകളെ, തൻ്റെ സർക്കാരിൻ്റെ ആളുകളെ, തൻ്റെ ഭരണകൂടത്തിൻ്റെ ഭാഗമായിരിക്കുന്ന ആളുകളെ പൂർണ്ണമായി ഡിഫെൻഡ് ചെയ്യുന്നു. പക്ഷേ രാഷ്ട്രീയമായിട്ട് അദ്ദേഹം ഇരിക്കുന്ന മുന്നണി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, വളരെ ഗുരുതരമായ പ്രതിസന്ധിയിലാണ് എന്നാണ് അദ്ദേഹം കൂടുതൽ സമൂഹത്തോട് തുറന്നു പറയുന്നത്. അതിന് പരിഹാരമുണ്ടാക്കാൻ അദ്ദേഹം കഴിയില്ല. അൻവർ പറഞ്ഞാൽ ഞാൻ ഇനിയും വീണ്ടും പറയും എന്ന മറ്റൊരു തരം ഭീഷണിയുടെ അന്തരീക്ഷത്തിലാണ് അദ്ദേഹം കാര്യങ്ങളെ കാണുന്നത്. അതുകൊണ്ടൊന്നും പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവില്ല. ഇന്ന് കേരളത്തിലെ ഭരണമുന്നണി എത്തിപ്പെട്ടിരിക്കുന്ന, CPM അടക്കമുള്ള പാർട്ടികൾ എത്തിപ്പെട്ടിരിക്കുന്ന അതീവ ഗുരുതരമായിട്ടുള്ള രാഷ്ട്രീയ പ്രതിസന്ധി, അതിൻ്റെ വിശ്വാസ്യതാരാഹിത്യം, അത് വളരെ വ്യക്തമാക്കുന്ന ഒരു പത്രസമ്മേളനമാണ് അദ്ദേഹം നടത്തിയത്. രണ്ട് കാര്യങ്ങൾ ഇന്നങ്ങ് വിജയിച്ചു കളയാം, അതിന് കുറെ കണക്കുകൾ നിരത്താം എന്നു പറഞ്ഞ് നിദ്രയിലേക്ക് പോകേണ്ട ഒരാളല്ല പിണറായി വിജയൻ, അല്ലേ? ഇന്ന് മലപ്പുറവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നൽകിയിരിക്കുന്ന കണക്കുകളുണ്ട്. അതാണിപ്പോൾ KVS ആയുധമാക്കുന്നത്. അത് ഏത് താല്പര്യത്തെ സംരക്ഷിക്കുന്നതാണ് ശ്രീ ചെക്കുട്ടി? ഏത് വിഭാഗത്തെ ഒരു ക്രിമിനൽ സമൂഹമായി ചിത്രീകരിക്കുന്നതിന് തുല്യമാണത്? ഇപ്പോ അല്ലല്ല, ഒരു സെക്കൻഡ്, കണ്ണൂരിന്റെ കണക്കെടുത്താലോ, രാഷ്ട്രീയ കൊലപാതകവുമായി ബന്ധപ്പെട്ട കണ്ണൂരിന്റെ കണക്കെടുത്താലോ, ഇതേ പോലീസിന്റെ വെബ്സൈറ്റിൽ ഇവർ ആ രൂപത്തിൽ അത് പ്രസിദ്ധീകരിക്കുകയും അങ്ങനെയെങ്കിൽ കണ്ണൂർ എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയ കൊലപാതകികളുടെ ഒരു നാടാണ് എന്ന് ചിത്രീകരണത്തിലേക്ക് പോവുകയും ചെയ്താലോ, ആ ചിത്രീകരണം നടത്തുന്ന കൂട്ടരും ആരാണ് എന്ന് നമുക്കറിയാമല്ലോ. അതും ഈ ശ്രീ KVSന്റെ പാർട്ടിയാണ്, അല്ലേ? അപ്പോ ഇങ്ങനെ വരുന്ന ഒരു ചിത്രീകരണം നടത്തുക, ഇനി അതുകൂടാതെ ഗവർണർ ഒരു കത്ത് നൽകിയിട്ടുണ്ട് എന്ന് അൻവറിനെ വെല്ലുവിളിക്കുക, താക്കീത് നൽകുക, മുന്നറിയിപ്പ് നൽകുക, ഇതൊക്കെ ഇന്നത്തെ സുഖസുഷുപ്തിക്കുള്ള കാര്യങ്ങളാക്കി പോയി കിടന്നുറങ്ങേണ്ട ഒരാളാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രി? അല്ല, അത് വളരെ ഗൗരവമുള്ളതാണ്. മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് വളരെ ഗൗരവമുള്ള ചില വിഷയങ്ങൾ നേരത്തെ തന്നെ ഉന്നയിക്കപ്പെട്ടുള്ളതാണ്. മലപ്പുറം ജില്ലയെ ഒരു ക്രിമിനൽ സമൂഹമായിട്ട് മാറ്റാനുള്ള ശ്രമങ്ങൾ ചില പോലീസുകാർ നടത്തുന്നുണ്ട് എന്നുള്ള ആരോപണം അൻവർ മാത്രമല്ല ഉന്നയിച്ചിട്ടുള്ളത്. PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള വളരെ സീനിയർ ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസ് മലപ്പുറം ജില്ലയുടെ നേരെ നടക്കുന്ന ചില പ്രത്യേകമായിട്ടുള്ള ഗൂഢാലോചനകളെ കുറിച്ച് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. മലപ്പുറത്തെ സംബന്ധിച്ചത് ഈ തരത്തിലൊരു പ്രചാരവേല ഉന്നയിക്കാൻ ശ്രമിക്കുന്നത്, മലപ്പുറത്തെ ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ, ഇന്ത്യൻ സമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു തരത്തിൽ ഇടിച്ചു താഴ്ത്താൻ ശ്രമിക്കുന്നത് ഒരു ഗുണവും ചെയ്യില്ല. അത് കേരളത്തിലെ പോലീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഗൗരവം പരിശോധിക്കേണ്ടതാണ്. അല്ലാതെ പോലീസുകാരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവരെ നിയന്ത്രിക്കാനുള്ള ശ്രമമാണ് അൻവർ നടത്തുന്നതൊക്കെ പറഞ്ഞാൽ കേരള പോലീസിൻ്റെ നിയന്ത്രിക്കുന്ന അൻവറിന് നിയന്ത്രിക്കാൻ കഴിയുമോ? ഇതൊക്കെ സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആപൽക്കരമായ ഒരു പ്രവണതയാണ്, വളരെ ഗൗരവമുള്ള പ്രശ്നങ്ങൾ. മാത്രമല്ല അൻവർ മാത്രമല്ല ഈ ഇത്തരത്തിലുള്ള നിലപാടുകൾ എടുത്തിരിക്കുന്നത്, അൻവർ മാത്രമല്ല ഈ വിഷയങ്ങൾ ഉന്നയിച്ചിരിക്കുക. അദ്ദേഹം പരസ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യത്തിന് മുന്നണികൾ കൊണ്ടുവയ്ക്കുന്ന 4-5 MLA-മാരെങ്കിലും ഈ വിഷയത്തിൽ ശക്തമായിട്ടുള്ള അഭിപ്രായമുള്ളവരാണ്. ചില ആളുകൾ പരസ്യമായിട്ട് വന്നിട്ടുണ്ട്, ചില ആളുകൾ അല്ലാതെ നിലനിൽക്കുന്നുണ്ട്. ഇതൊരു അൻവറിനെ മാത്രം വിഷയമായിട്ട് ചുരുക്കി കാണാൻ കഴിയില്ല. മുഖ്യമന്ത്രി മനസ്സിലാക്കേണ്ടത് മലബാർ അടക്കമുള്ള പ്രദേശങ്ങളിൽ, മലപ്പുറം അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇന്ന് RSSന്റെ സംഘപരിവാരത്തിന്റെ പ്രചാരവേലകൾ, അവരുടെ അജണ്ട പോലീസ് വകുപ്പിലൂടെ തന്നെ പ്രയോഗിക്കപ്പെടുന്നു, പോലീസിലൂടെ തന്നെ ആ സംഘപരിവാരത്തിന്റെ അജണ്ടയാണ് മുന്നോട്ട് വരുന്നത് എന്നൊരു തോന്നൽ പൊതുസമൂഹത്തിനകത്തുണ്ട്. അത് അൻവറിൽ മാത്രമല്ല, കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ആളുകൾ അത് പറഞ്ഞിട്ടുണ്ട്. അത് ഗൗരവമുള്ളൊരു വിഷയമാണ്. അതിനെ അഡ്രസ്സ് ചെയ്യുന്നതിന് പകരം അൻവറിനെ ചെരുപ്പെടുത്തി കളയും. അദ്ദേഹം വന്നത് കോൺഗ്രസിലാണെന്ന് അദ്ദേഹം പിണറായി ഇന്നല്ലല്ലോ അറിയുന്നത്. എല്ലാ കാലത്തും അൻവറിന്റെ പാരമ്പര്യം കോൺഗ്രസ് പാരമ്പര്യമാണ്. പക്ഷെ അദ്ദേഹത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആളാക്കി അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാക്കിയിട്ട് അവർ ജയിപ്പിച്ചുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കോൺഗ്രസ്സുകാരാണെന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടുള്ളതല്ല. ഈ വിഷയം അൻവർ ഉന്നയിക്കുന്ന വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യാതെ, അതിനോട് സത്യസന്ധമായി പ്രതികരിക്കാതെ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി അടക്കിയിരുത്താനാണ് ശ്രമമെങ്കിൽ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവില്ല. ഈ മുഖ്യമന്ത്രി നൽകുന്ന ഏക ഉറപ്പ് എന്ന് പറയുന്നത് അന്വേഷണം നടക്കട്ടെ എന്നാണ്. അങ്ങയുടെ അറിവിൽ ഈ RSS ADGP കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് കൃത്യമായി പൊതുസമൂഹത്തിന്റെ മുന്നിൽ അതിന്റെ പിൻബലത്തോടെ ഒരു അന്വേഷണം നടക്കുന്നതായി അങ്ങയുടെ അറിവിലുണ്ടോ? ഇനി അടുത്തതായി ഈ ADGPയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പൂരം റിപ്പോർട്ടാണ്. ആ കാര്യത്തിൽ ഈ 5 മാസമായി എന്തായിരുന്നു കാലവിളംബം എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി ഇരുട്ടിൽ തപ്പുകയായിരുന്നു. CMO ഇടപെട്ടിട്ടുണ്ടാകാം, അങ്ങനെയൊക്കെയുള്ള വാചകങ്ങളാണ് പറഞ്ഞത് എന്ന് അങ്ങേക്ക് ഓർമ്മയുണ്ടല്ലോ. ഒരാഴ്ച മുമ്പ് ഒരു കടലാസ് വന്നു, ഞാനൊരു ഉത്തരവിട്ടിരിക്കുന്നു,
എന്നാണ് അതേപ്പറ്റി മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതും ഈ പറയുന്ന കള്ളൻ കപ്പലിൽ തന്നെ എന്ന് പറയുന്ന ഒരാൾ നൽകുന്ന റിപ്പോർട്ടാണ് എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ വിരോധാഭാസം. ഇനി ഈ ADGPയുടെ മൂക്ക് മുറിക്കാൻ പിന്നെ വരാൻ പോകുന്നൊരു പ്രധാനപ്പെട്ട കാര്യം ഈ സ്വർണം കടത്തുമായി ബന്ധപ്പെട്ടാണ്. അതിൽ എന്താണോ DGPയോട് പരാതിക്കാരൻ എന്ന നിലയിൽ ഈ അജിത് കുമാർ പറഞ്ഞത്, ആ വിവരങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തല്ലോ, അത് തത്ത പറയും പോലെ പറയുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഇന്ന് കണ്ടത്. ഇതിൻ്റെ പിന്നിൽ ഈ പറയുന്ന ഗൂഢശക്തികളാണ്, ഈ പറയുന്ന തീവ്രവാദ സംഘങ്ങളാണ്, അതിൻ്റെ പിന്നിൽ അൻവറാണ് എന്ന് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് ഊഹിക്കാനുള്ള ഒരു ഓപ്ഷനും കൊടുത്തു മാധ്യമപ്രവർത്തകർക്ക് മുഖ്യമന്ത്രി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എങ്കിൽ പിന്നെ ഈ മുഖ്യമന്ത്രി പറയുന്ന അന്വേഷണത്തിൻ്റെ പ്രസക്തി എന്താണ്? ഒരു പ്രസക്തിയില്ല. അതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പായിട്ട് ബഹുമാനപ്പെട്ട ശ്രീ A. റഹീം അദ്ദേഹം ആദ്യത്തെ സെഗ്മെന്റിൽ അവസാനം വൈകാരികമായി പറഞ്ഞത്, ഈ സർക്കാരിനെതിരെ ആരെങ്കിലും ഇകഴ്ത്താൻ വേണ്ടി ശ്രമിച്ചാൽ ഞങ്ങൾ ശക്തിയായി എതിർക്കുന്ന പറഞ്ഞു. ആരായാലും. എവിടെ പോയിരുന്നു റഹീമെ കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട്? ഞാൻ ആദ്യത്തെ ഘട്ടത്തിൽ സംസാരശേഷി നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞത് നിങ്ങളെക്കുറിച്ചാണ്. എന്താ ഇന്ന് വരാൻ കാരണം? 2 തവണ പാർട്ടി സെക്രട്ടറിയും LDF കൺവീനറും പ്രതികരിച്ചിരുന്നല്ലോ. അപ്പം എന്തായിരുന്നു ചർച്ചയ്ക്ക് വരാൻ നിങ്ങൾക്ക് ഭയം? അപ്പം എന്തായിരുന്നു, തട്ടിപ്പുകാരൻ്റെ ഒപ്പം നിൽക്കണോ അതോ കള്ളക്കടത്തുകാരൻ്റെ ഒപ്പം നിൽക്കണോ എന്നുള്ള സംശയം നിങ്ങൾക്കുണ്ടായിരുന്നല്ലേ? അന്ന് അൻവറിന്റെ പരാതി ഗൗരവമുള്ളതാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് പാർട്ടി സെക്രട്ടറി തള്ളിപ്പറയാൻ കഴിഞ്ഞില്ല, നാവ് പൊങ്ങില്ലായിരുന്നു. ഇന്ന് മുഖ്യമന്ത്രി വന്ന് അൻവറിനെ തള്ളി പറഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഊർജം കിട്ടി. ഈ സംസാരശേഷി നഷ്ടപ്പെട്ട കാര്യമാണ്. അങ്ങയുടെ ആ വീര്യം ഉണ്ടല്ലോ, സർക്കാരിനെ പ്രതിരോധിക്കാനുള്ള വീര്യം, കഴിഞ്ഞ ഒരു മാസം ഫ്രിഡ്ജിൽ വെച്ചേക്കായിരുന്നു. അതിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? പിന്നെ അങ്ങ് പറഞ്ഞ കാര്യം, ശ്രീ വേണു, കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി 2 RSS നേതാക്കന്മാരെ, തീവ്രവാദ സംഘടനയായ 2 RSS നേതാക്കന്മാരെ നേരിട്ട് പോയി കണ്ടതിന്റെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് പിറ്റേ ദിവസം കയ്യിൽ മേടിച്ചു വെച്ചിട്ട് 1 വർഷമായിട്ട് അത് സംബന്ധിച്ച് അദ്ദേഹത്തിന് യാതൊരു അങ്കലാപ്പും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ, പണ്ട് ആനി രാജ പറഞ്ഞ കേരളത്തിലെ പോലീസിനകത്ത് RSS സാന്നിധ്യമുണ്ട് എന്ന് പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ദേശിച്ചാണ്. തന്റെ സർക്കാരിന്റെ രാഷ്ട്രീയ നയത്തിനെതിരായിട്ട് നിൽക്കുന്ന, ഈ സംസ്ഥാനത്തെയും ഈ രാജ്യത്തെയും വർഗീയമായി വിഭജിക്കാൻ ആഗ്രഹിക്കുന്ന, വിദ്വേഷം പരത്തുന്ന സംഘടനയുടെ നേതാക്കന്മാരെ ഒളിച്ചും പാത്തും പോയി മറ്റൊരു RSS നേതാവിന്റെ സാന്നിധ്യത്തിൽ പോയി കണ്ടിട്ടും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞാൽ അത് RSSന്റെ ഏറ്റവും വലിയ പിണിയാള് പിണറായി വിജയൻ എന്നുള്ള തെളിവല്ലേ? ഇവരുടെ ഈ CPM തന്നെ ഇതല്ലേ RSSനെതിരായിട്ടുള്ള നിലപാട്? എന്താ ഇവരുടെ നിലപാട്? ഞാൻ CH മേനോൻ ഒരു പ്രാവശ്യം നമ്മുടെ നിയമസഭ ഇതിനകത്തുള്ള നന്ദി പ്രമേയത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് പറയാം. എന്തായിരുന്നു പശ്ചാത്തലം? അടിയന്തരാവസ്ഥ കാലത്ത് RSSനെ നിരോധിച്ചതിനെതിരെ EM ശങ്കരൻ നമ്പൂതിരിപ്പാടെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് കേരളത്തിന്റെ നിയമസഭയിൽ പ്രതിഷേധിച്ചു. മനസ്സിലായില്ലേ? കേരളത്തിന്റെ നിയമസഭയിൽ RSSനെ നിരോധിക്കുന്നതിനെതിരായിട്ട് EMS ശങ്കരൻ നമ്പൂതിരിപ്പാട് പ്രസംഗിച്ചു. അതിന് അച്യുത മേനോന്റെ മറുപടി, സാർ ഒരു സെക്കൻഡ്, സാർ ഞാനിപ്പോ വായിച്ചുതരാം, ഒരു സെക്കൻഡ് സാർ. RSSനെ പറ്റി പറഞ്ഞു, RSSനെ ശക്തിയായി എതിർക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് EM ശങ്കരൻ നമ്പൂതിരിപ്പാട് ഇവിടെ പറഞ്ഞു. എതിർക്കുന്നു എന്ന് പറയുന്നത് ശരി തന്നെ. ഇത് പോകുമ്പോൾ ഒരു പ്രശ്നം. എതിർക്കുന്നു എന്ന് പറയുന്നത് ശരിയാണെങ്കിൽ ഞങ്ങൾ 2 പേരും ആ പാർട്ടിയിൽ ഉണ്ടായിരുന്ന കാലത്ത് വളരെ കാലമായി തുടർച്ചയായി നാഷണൽ കൗൺസിലും പാർട്ടി കമ്മിറ്റികളിലും ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് RSS എന്ന അർദ്ധ ഫാസിസ്റ്റ് സംഘടനയെ നിരോധിക്കണമെന്ന്. ഇന്ന് അദ്ദേഹം അവിടെ നിന്നും മാറിയിരിക്കുകയാണ്. സഖാവ് VS അച്യുതാനന്ദൻ, CH മേനോൻ EM ശങ്കരൻ നമ്പൂതിരിപ്പാടിനെതിരെ കേരളത്തിന്റെ നിയമസഭയിൽ പറഞ്ഞത് ആർക്കൈവ്സിലുണ്ട്. അദ്ദേഹം ഇന്ന് മറ്റൊരു പുസ്തകം ഉന്നയിച്ച് കോൺഗ്രസിനെ RSSമായി കൂട്ടിക്കെട്ടാൻ ശ്രമിച്ചല്ലോ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പോയിട്ട് നിയമസഭയിൽ ആർക്കൈവ്സ് എടുത്തതൊന്ന് വായിച്ചു നോക്കണം. നിങ്ങൾ എന്നും RSSനെ സഹായിച്ച സംഘടനയാണ്, RSSന് വേണ്ടി വിട്ടുവേല ചെയ്ത സംഘടനയാണ്. അതുകൊണ്ടാണ് സഖാവ് റഹീമിനും പിണറായി വിജയനും കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP ചട്ടങ്ങൾ മറികടന്ന്, ചട്ടങ്ങൾക്ക് വിരുദ്ധമായി, സർക്കാരിനെ അറിയിക്കാതെ ഇത്തരത്തിലുള്ള ഒരു സംഘടനയുടെ നേതാവിനെ പോയി കണ്ടതിൽ യാതൊരു ബുദ്ധിമുട്ടും തോന്നാത്തത്. അതിന്റെ തുടർച്ചയാണ് തൃശ്ശൂർ പൂരം കലക്കിയത്. ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളെ ബോധ്യപ്പെടുത്തില്ല? അല്ല, വേണു അല്പസമയം തരണം. റഹീമിന് ആവശ്യം പോലെ സമയം കൊടുത്താണ്. അല്പസമയം തരണം.
ഞാൻ ചോദിക്കട്ടെ, അതല്ലല്ലോ. ഞങ്ങളെ ബോധ്യപ്പെടുത്താം. പാനൽ- വി എസ് പാനൽ സുൽഖാറിനെ എത്ര ബോധ്യപ്പെടുത്താൻ പേരാ നിങ്ങൾക്ക് പറ്റുമോ? വി എസ് പാനൽ സുൽഖാറിനെ എത്ര ബോധ്യപ്പെടുത്താൻ പേരാ പറ്റുമോ? ഉള്ളത്? ഇത്രയും നാള് വേണു, തൃശൂർ പൂരത്തെ മറുപടി സംബന്ധിച്ചുള്ള പറയാൻ സമയം അന്വേഷണം തരണം. എന്തുകൊണ്ട് മറച്ചു അല്ലെങ്കിൽ വെച്ചു? നിങ്ങൾ രാജുവിനെ മാത്രം വെച്ച് ഞാൻ ചർച്ച ചെയ്തു. ചോദിക്കട്ടെ വേണു, മുഖ്യമന്ത്രിക്ക് ഇന്ന് നടത്തിയ പത്രസമ്മേളനം ഈ റിപ്പോർട്ട് ഇട്ടിട്ട് 24 നടത്തിയാൽ പോരായിരുന്നോ? ഇന്ന് 22 ആയുള്ളൂ, 21 ആയുള്ളൂ. ഈ റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം നടത്തിയാൽ പോരായിരുന്നോ? നിങ്ങൾ ഇനി അടുത്ത 6 മാസം കഴിഞ്ഞ് ചോദിക്കോ, അപ്പോഴും റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം പൂരം കലക്കിയത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ്. മുഖ്യമന്ത്രിയുടെ കാർമ്മികത്വത്തിലാണ് തൃശൂർ പൂരം കലക്കിയത്. അത് BJPക്ക് തൃശൂർ സീറ്റ് കൊടുക്കുന്നതിന് വേണ്ടി ശരി രാജു, ഇത് നിങ്ങളുടെ പ്രഖ്യാപന നിലപാടാണ്. ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ ആവർത്തിക്കുന്നതുമാണ്. അതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. സഹകരിക്കണം. എനിക്ക് വേഗം ഒരു ഇടവേളയ്ക്ക് പോകണം. ഇടവേളയ്ക്ക് ശേഷം ശ്രീ റഹീമിലേക്ക്. ശ്രീ റഹീം, അങ്ങേക്ക് പ്രതികരിക്കാം. ഇവിടെ ഒന്ന് വേണുവിനോട് എനിക്ക് കടുത്ത വിയോജിപ്പുണ്ട്. വേണുവിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചേക്കുട്ടിയോട് ചോദിച്ചത് വളരെ കൃത്യമായി ഒരു മലപ്പുറത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ചോദ്യമാണ് അങ്ങ് ചോദിച്ചത്. എന്ത് വാസ്തവമാണ് അക്കാര്യത്തിലുള്ളത്? ഞങ്ങൾ ഉയർന്നു വന്ന കണക്കുകൾ മുൻപോട്ട് വെച്ചു. അതെങ്ങനെയാണ് മലപ്പുറത്തിനെതിരായ ആക്ഷേപമാവുക? ഈ കേസുകളിലെല്ലാം പിടിക്കപ്പെട്ട പ്രതികളുടെ ജാതി മതവും സ്ഥലവും നോക്കിയിട്ടാണോ കാര്യങ്ങളെ കാണേണ്ടത്? ആ കണക്കിൽ വേണുവിന് എന്തെങ്കിലും അഭിപ്രായ ഭിന്നതയുണ്ടോ? മലപ്പുറം മാത്രം എന്ന പ്രയോഗം പാടില്ല. ഞാൻ പറയട്ടെ, അങ്ങ് കേൾക്കുന്നേ, അങ്ങ് കേൾക്ക്. എന്താ മലപ്പുറത്തെ കാര്യം പ്രത്യേകിച്ച് പറയാൻ കാരണം അൻവർ മലപ്പുറത്തെ പ്രശ്നം പ്രത്യേകമായി ഉന്നയിച്ചതിൻ്റെ ഭാഗമായിട്ടാണ്. എന്തേ ആ ഭാഗം മാറ്റിയിട്ട് മലപ്പുറം മാത്രം എന്ന് പറഞ്ഞതിൻ്റെ ഭാഗം എടുത്തു പറയുന്നത്? അത് താങ്കളുടെ ദുരുദ്ദേശമാണ്. ഇവിടെ KVSന്റെ മറുപടി കേട്ടില്ലേ? മനസ്സിലായില്ലേ? ആരുടെ ഉദ്ദേശം ആരുടെ ദുരുദ്ദേശത്തിന് സഹായകരമാകുന്നു എന്നതാണ് KVSന്റെ മറുപടി. അല്ല, ഒരു കാര്യം കേൾക്ക്. മലപ്പുറത്ത് നിന്നാകെ ഇല്ലെങ്കിൽ കരിപ്പൂർ വിമാനത്താവളം വഴി പോയി വിവിധ ജില്ലകളിലായി പിടിച്ചതിൻ്റെ മുഴുവൻ കണക്കും സൈറ്റിലുണ്ട്. അപ്പോൾ ഈ പിടിച്ചവർ കുറ്റവാളികൾ, ആ കുറ്റവാളികളായി നിൽക്കുന്ന ആളുകളെ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ പൊതുമുഖമായിട്ട് കാണിക്കണ്ട. വളരെ മാന്യമായി ജീവിക്കുന്നവർ, തൊഴിൽ ജീവിക്കുന്നവർ, കരിപ്പൂർ വിമാനത്താവളത്തിലൂടെ തന്നെ ഓരോ ദിവസവും വന്നു പോകുന്ന സത്യസന്ധരായ ആയിരക്കണക്കിന് പ്രവാസികൾ, അവരെ എല്ലാവർക്കും കൂടി നിങ്ങളായിട്ടൊക്കെ ചാർത്തി കൊടുക്കണ്ട. പിന്നെ ഒരു കാര്യം, ഈ ചെറു ന്യൂനപക്ഷയില്ലേ ഈ കള്ളക്കടത്ത് സംഘം, ആ കള്ളക്കടത്ത് സംഘത്തിന് KVS ഹരിദാസന്റെ കേന്ദ്ര ഗവൺമെന്റിന്റെ BJPയുടെ നിയന്ത്രണത്തിലുള്ള കസ്റ്റംസിന്റെ പ്രത്യേക സഹായം ലഭിക്കുന്നു എന്നതും കൂടി കണ്ടോളണം. അപ്പോൾ അവരെ നിങ്ങൾ നേരത്തെ പറഞ്ഞ സോക്കോൾഡ് മുസ്ലിം വിഭാഗത്തിലൊന്നും പെടുത്തണ്ട. അത് എവരുടെ ഒക്കെ ചങ്ങായിമാരാണ്. കസ്റ്റംസിന്റെ പ്രത്യേക സഹായം കിട്ടുന്ന BJPയുടെ സഹായികളായിരിക്കും അവർ. ഇല്ലെങ്കിൽ എങ്ങനെ കസ്റ്റംസിന്റെ സഹായം എങ്ങനെ കിട്ടും? അവരുടെ പരാതി എന്താണ്? കസ്റ്റംസിന്റെ സഹായം കിട്ടുന്നു, പോലീസിന്റെ സഹായം കിട്ടുന്നില്ല. ഇതല്ലേ പ്രശ്നം? ഞാൻ ലളിതമായൊരു കാര്യം തിരിച്ച് വേണുവിനോട് ചോദിക്കട്ടെ. വേണുവിൻ്റെ മാധ്യമപ്രവർത്തകൻ നാളെ PNB കേന്ദ്രനെ കാണുമ്പോൾ ഒരു കാര്യം അങ്ങോട്ട് ചോദിക്കും, അപ്പോൾ വിഷയം തീരുമല്ലോ. അൻവറിൻ്റെ പ്രശ്നം എന്താ? അൻവർ ആവർത്തിച്ചുന്നയിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം, ഈ സ്വർണ്ണക്കള്ളക്കടത്ത് സംഘത്തെ ഈ പോലീസ് കയറി പിടിക്കുന്നു. പിടിച്ചാൽ അത് കസ്റ്റംസ് ചെയ്യേണ്ട പണിയാണ്, പോലീസ് ചെയ്യുന്നു. ഇനി പോലീസ് പിടിച്ചാൽ തന്നെ അത് എന്ത് ചെയ്യണം? നേരിട്ട് അവിടെ കസ്റ്റംസിനെ റിപ്പോർട്ട് ചെയ്ത് പോലീസിനെ വഴിയൊക്കെ മാറി നിൽക്കുകയാണ് വേണ്ടത്. ഇതാണല്ലോ പറയുന്നത്. അതിന് കാരണമായി അൻവർ ഉന്നയിക്കുന്നത്, ഈ പിടിക്കുന്ന സംഘത്തെ, സ്വർണ്ണക്കടത്ത് സംഘത്തിൽ നിന്ന് പോലീസ് സ്വർണം കവരുന്നു. ഇതാണല്ലോ ജനപ്രതിനിധി എന്നുള്ളതിൽ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന വളരെ വാലിഡായിട്ടുള്ളൊരു വിവരം. അതിൽ ശരിയുണ്ടോ ഇല്ലയോ എന്നുള്ളത് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. ഓരോ കേസായിട്ടെടുത്ത് അതിൽ വസ്തുതയുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതാണ്. പക്ഷെ അൻവറിനോടൊരു കാര്യം നിങ്ങൾ ചോദിക്കണ്ടേ? ഇല്ലെങ്കിൽ അൻവറിന് അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുള്ളൊരു കാര്യമുണ്ടല്ലോ. എന്താ കാര്യം? അൻവറിന് വിവരം കൊടുക്കുന്നതാരാ? കാരിയറാണല്ലോ വിവരം കൊടുത്തത്. അദ്ദേഹം സമ്മതിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ കാരിയറിൽ നിന്ന് പൊതുപ്രവർത്തകനായ PV അൻവർ ഒരു വിവരം കിട്ടുന്നു. ആ വിവരമാണ് ഈ പറഞ്ഞ വിവരം. 2 വിവരം അവരോട് ചോദിച്ചാൽ അൻവറിന് കിട്ടുമല്ലോ. ഇതാര് നിൻ്റെ കയ്യിൽ തന്നുവിട്ടു, ഇത് ആർക്ക് വേണ്ടിയാണ് കൊണ്ടുവരുന്നത് എന്നുകൂടി പൊതുപ്രവർത്തകനായ അൻവർ ഈ കാരിയറെ വിളിച്ചിരുത്തി ചോദിച്ച് ആ വിവരം കൂടി പോലീസിനെ അറിയിക്കണ്ടേ? അതൊരു MLA ജോലിയല്ലേ? അതെന്താ ഉണ്ടാവാത്തെ? ഇവിടെ വരുന്ന പ്രശ്നം 2022 മുമ്പ് അവിടെ ഈ കേസുകൾ പിടിക്കുന്നില്ല. 2022 ശേഷം വ്യാപകമായ കേസുകൾ പിടിക്കുന്നു. ആ കേസുകൾ പിടിച്ച് മുൻപോട്ട് പോകുന്നു. ഇതാണല്ലോ കാര്യം. അപ്പോൾ അതിൽ ഈ നേരത്തെ അൻവർ ഉന്നയിച്ചതുപോലുള്ള പ്രശ്നമുണ്ടോ? പോലീസ്, ഈ ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥരോ ഒരു കൂട്ടം പേരോ സംഘം ചേർന്ന് ഈ സ്വർണത്തിൽ തിരിമറി നടത്തുന്നു, അന്വേഷിക്കണം.
ഒരു മുൻവിധിയോടെ ആ ആരോപണത്തെ സമീപിക്കേണ്ടതില്ല. ഗവൺമെൻറ്റും അങ്ങനെ തന്നെയാണ്, അന്വേഷിച്ചോട്ടെ. പക്ഷേ ആ കൂട്ടത്തിൽ ഈ രണ്ട് കാര്യം കൂടി ഉണ്ടല്ലോ. ഈ കാരിയർ ആർക്ക് വേണ്ടി സ്വർണം കൊണ്ടുവരുന്നു, ആര് കൊടുത്തു വിടുന്നു, അതുകൂടി ഈ നാടിനറിയണ്ടേ. അതിലേക്ക് അന്വേഷണം പോണ്ടേ, അതിലേക്ക് പോലീസ് അന്വേഷണം പോകണം. അങ്ങനെ പോകാനുള്ള അധികാരങ്ങൾ പോലീസിനുണ്ട്. പ്രത്യേകിച്ചും പുതിയ നിയമനിർമ്മാണത്തിലൂടെ ഭേദഗതിയിലൂടെ BNS വന്നു കഴിഞ്ഞപ്പോൾ ഭാരതീയ ന്യായ സംഹിതയിൽ അതിനുള്ള അവകാശം പോലീസിന് പ്രത്യേക അധികാരം കൊടുക്കുന്നുണ്ട്. പോലീസ് ആ വഴിക്ക് പോകണം. ഇതൊന്ന്. രണ്ട്, രാജു പി നായർ ഇങ്ങോട്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ സ്വർണ്ണക്കള്ളക്കടത്ത്, ആന, ചേന ഒക്കെ പറഞ്ഞല്ലോ. ഞാൻ രാജു പി നായരോട് ഒരു കാര്യം മാത്രം പറയുന്നു. നിങ്ങൾക്ക് കോൺഗ്രസ്സിന് BJPയുള്ള ബന്ധം എവിടെയൊക്കെയായിരുന്നു? ഞാനത് പറയാൻ നിൽക്കണോ? നിങ്ങൾ പണ്ട് നമ്മുടെ ഈ ജവഹർലാൽ നെഹ്റു ഇന്ത്യയിൽ ഇല്ലാതിരുന്ന സമയം നോക്കി അന്നത്തെ AICC യോഗം ചേർന്ന് ഇവിടെ RSSകാർക്ക് കോൺഗ്രസ്സിൽ അംഗത്വം എടുക്കാം, ഇരട്ട അംഗത്വം എന്ന നിലയിൽ തീരുമാനമെടുക്കുകയും അത് പട്ടേലിൻ്റെ നിർബന്ധത്തിന് വേണ്ടി കോൺഗ്രസ് തീരുമാനമെടുക്കുകയും നെഹ്റു തിരിച്ചെത്തിയതിന് ശേഷം അത് തിരുത്തുകയും ചെയ്തത് ചരിത്രരേഖകളിലുണ്ട്. അതാണ് കോൺഗ്രസിൻ്റെ ചരിത്രം. ഞങ്ങൊന്നും പോണ്ട, ഈ നിയമസഭയിലേക്ക് തന്നെ വാ. ഈ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്തല്ലേ, നിങ്ങളുടെ ഗവൺമെൻറ് കാലത്തല്ലേ പാലോട് രവി MLAയുടെ ശുപാർശ പ്രകാരം ഉമ്മൻചാണ്ടി സർക്കാർ RSSകാർ പ്രതികളായ കേസ് വിഡ്രോ ചെയ്ത് കൊടുത്തത്? നാണമുണ്ടോ രാജു പി നായർക്ക്? അങ്ങനെ ഒരു സംഭവം ഈ കേരളത്തിൽ ഈ കഴിഞ്ഞ 2 ഭരണകാലങ്ങളിൽ ചൂണ്ടിക്കാണിച്ചു തരാൻ പറ്റുമോ? ഇല്ലല്ലോ. ഇനി നിങ്ങൾക്ക് കോലീബി സഖ്യം പ്രത്യേകമായൊരു കഥയായി ഞാൻ പറഞ്ഞു തരണമോ? എത്രയെത്ര അനുഭവങ്ങളാണ്. ഇനി പോട്ടെ, RSS ശാഖയിൽ രാത്രിയും രാപ്പകൽ വ്യത്യാസമില്ലാതെ പോയിക്കൊണ്ടിരുന്ന സാക്ഷാൽ TP സെൻകുമാറിനെ DGP സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചവരല്ലേ നിങ്ങൾ? ഇപ്പോൾ ADGP ചൂണ്ടിയിട്ടാണ് പറയണേ. RSS നേതാവിനെ കണ്ട ADGP ആണ് നിങ്ങളുടെ പ്രശ്നം. RSSകാരനായ ഒരു DGPയെ പ്രതിഷ്ഠിച്ച നിങ്ങൾ ഒരു പ്രശ്നമില്ല. ഇനി ആ DGPയെ ഞങ്ങൾ വന്നിട്ട് ഈ ബന്ധം കണ്ട് മാറ്റാൻ ശ്രമിച്ചപ്പോഴോ അതിനെതിരെ പത്മവ്യൂഹം തീർത്തവരാണ് നിങ്ങൾ. AICCയുടെ ഹൈക്കമാൻഡിന് പിന്തുണ കൊടുക്കുന്നത് പോലെ അന്ന് നിങ്ങൾ പിന്തുണ കൊടുത്ത് ഉപാധികളില്ലാതെ TP സെൻകുമാറിന് മറന്നുപോയോ നിങ്ങൾ? അപ്പം നിങ്ങൾ ഞങ്ങൾക്കും കൂടെ സർട്ടിഫിക്കറ്റ് തരാൻ പറ്റരുത്. ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. രാജു പി നായരെ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുന്നു. RSSകാരനോട് ഇന്നലെയും ഇന്നും ഇനി നാളെയും CPMകാരൻ പൊരുതിയതുപോലെ ഒരു രാജു പി നായരും പൊരുതിയിട്ടില്ല. ശരി ശരി, ഞാൻ ഇടപെടുകയാണ്. രാജു, എനിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല, ക്ഷമിക്കണം. അങ്ങനെയെങ്കിൽ എനിക്ക് വേഗം റഹീമെ ഒന്ന് സഹകരിക്കണം. വേഗം എനിക്ക് എനിക്ക് വേഗം ഒരു ഇടവേളയിൽ കൂടി പോകണം. ഇടവേളയ്ക്ക് പോയതിനു ശേഷം തിരികെ എത്താം. ശ്രീ KVS ഹരിദാസ്, എനിക്ക് ചോദ്യം ചോദിക്കാൻ തന്നെ സമയമില്ല, അതുകൊണ്ട് അങ്ങേക്ക് വേഗം മറുപടി പറയാം ഇവിടെ ഉയർന്ന വിമർശനങ്ങൾക്ക്. RSSനെ കുറിച്ച് നടത്തിയ കുറെ വിമർശനങ്ങളുണ്ട്. എനിക്ക് മറുപടി പറയാതെ ഇറങ്ങിപ്പോകാൻ പറ്റുമോ? ഒന്നാമത്തെ കാര്യം, ഇവർക്കൊന്നും RSSനെ കുറിച്ച് എന്ത് വേണമെങ്കിലും പറയാം നിങ്ങൾക്ക്. റഹീമും രാജു പി നായരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, RSSകാർ സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിലും ഉണ്ട്. ഇനിയെങ്കിലും നിങ്ങളത് തിരിച്ചറിയും. IFSലുണ്ട്, IASലുണ്ട്, പോലീസിലുണ്ട്, പട്ടാളത്തിലുണ്ട്, എല്ലാ മേഖലയിലുണ്ട്. വനവാസി ഊര് മുതൽ രാഷ്ട്രപതി ഭവൻ വരെ ഉണ്ട്. കൊലയാളികളുണ്ട്. ഞങ്ങൾക്ക് 10,600 MLAമാരുണ്ട്, 10,350 MPമാരുണ്ട്, അനവധി മുഖ്യമന്ത്രിമാരുണ്ട്, ഗവർണർമാരുണ്ട്. റഹീം ഇടയ്ക്ക് പറഞ്ഞത് കൊലയാളികളിലുമുണ്ട്. അല്ല, അത് CPMലുണ്ടല്ലോ. അത് എന്നെക്കാൾ നന്നായിട്ട് റഹീമിന് അറിയാം. അത് നന്നായിട്ട് അറിയുന്ന ആള് റഹീം തന്നെയാണ്. ഞാൻ വിശദീകരിക്കണം. അതുകൊണ്ട് ഞങ്ങൾക്കൊരു നിലപാട് വയർ കുത്തിപ്പിളർന്ന് തൃശൂലത്തിലെടുക്കുന്നതിലുണ്ട്. നിങ്ങൾ ഇത് മുഴുവൻ നിങ്ങൾ സംസാരിക്കുമ്പോ ഞാൻ ഇരുന്ന് കേട്ടതാണ്. ആ മര്യാദ നിങ്ങൾ കാണിക്കണം. അതൊരു രാഷ്ട്രീയ സംസ്കാരമാണ്. നിങ്ങൾ സംസാരിക്കുമ്പോൾ എനിക്കും വിളിച്ച് പോകാമായിരുന്നു വേണമെങ്കിൽ. അതുകൊണ്ട് ഞങ്ങൾക്ക് നിലപാടുകളുണ്ടെന്ന് എല്ലാ കാര്യത്തിലും. ഇപ്പോൾ രാജു പി നായർ EMSനെ കുറിച്ച് പറഞ്ഞില്ലേ? അടിയന്തരാവസ്ഥ കാലത്ത് ഞങ്ങൾ ഒന്നിച്ച് സമരം ചെയ്തിട്ടുണ്ട്. വേണു CPMഉം CPIയും RSSും ജനസംഘവും ഒക്കെ ഒന്നിച്ച് സമരം ചെയ്തിട്ടുണ്ട്, ഒന്നിച്ച് ജയിലിൽ കിടന്നിട്ടുണ്ട്, ഒന്നിച്ച് സമരം ചെയ്തിട്ടുണ്ട്, ഒന്നിച്ച് പുറമേ നിന്ന് പിന്തുണച്ച് കോൺഗ്രസ് സർക്കാരിനെ പുറത്താക്കിയിട്ടുണ്ട്. അങ്ങനെ സംയുക്ത കലാപരിപാടികൾ ഒരുപാട് നടന്നിട്ടുണ്ട്. ശ്രീ ചെക്കുട്ടി, ശ്രീ NP ചെക്കുട്ടിയോട് മാത്രമാണ് എനിക്ക് എന്നോട് സഹകരിക്കണമെന്ന് എനിക്ക് ആകെ ഇവിടെ അഭ്യർത്ഥിക്കാനുള്ളത്. അങ്ങനെയൊക്കെ എനിക്ക് വരാൻ കഴിയാത്തതിൽ അങ്ങ് ക്ഷമിക്കണം. ശ്രീ രാജു വേഗം. അല്ല, മറ്റുള്ളവർ പറഞ്ഞ് കേൾക്കട്ടെ. ശ്രീ രാജു വേഗം. ഞാൻ പറയാം. ഒരു സെക്കൻഡ്. റഹീം ഇവിടെ പറഞ്ഞ
RSSുമായിട്ട് ഞാൻ ചോദിക്കട്ടെ റഹീമെ, 1975 എന്തിനാ പാർട്ടി സെക്രട്ടറി സുന്ദരയ്യെ രാജിവെച്ചത്? നിങ്ങൾ എന്തിനാ സുന്ദരയ്യെ രാജിവെച്ചത്? CPM RSSുമായിട്ട് ഉണ്ടാക്കിയ ബന്ധത്തിന്റെ പേരിലാണ് നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി രാജിവെച്ചത് അല്ലേ? നിങ്ങൾ അടിയന്തരാവസ്ഥക്കാലത്ത് RSSനെ നിരോധിച്ചതിന്റെ നിലപാടെടുത്തവരാണ് നിങ്ങൾ. എക്കാലത്തും CPM RSSനോട് ചേർന്നുകൊണ്ട് കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചതാണ് രാഷ്ട്രീയമായി. 1977 പിണറായി വിജയൻ എങ്ങനെയാ ജയിച്ചത്? RSSന്റെ പിന്തുണയോടെ ജയിച്ചത്. RSS പിണറായി വിജയൻ ബാറ്റ് കുത്തി കൊടുക്കുന്ന ഫോട്ടോ ഇപ്പോഴും ഉണ്ട്. മന്ത്രിമാരോട്ട് വരേണ്ടതില്ലെന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയാണോ RSSനെ അതുകൊണ്ടാണ് DGP പോയിട്ട് ഈ തീവ്രവാദ സംഘടന നേതാക്കന്മാരെ കാണുമ്പോൾ യാതൊരു പ്രശ്നവുമില്ലാത്തത്. നിങ്ങൾ RSSന്റെ പിടിയാളുകളാണ്. കേരളത്തിലെ RSSന്റെ സർസംഘചാലക്കാണ് പിണറായി വിജയൻ. കേരളത്തിലെ സർസംഘചാലക്ക് പിണറായി വിജയനാണ്. പാവം KVS ഹരിദാസൊക്കെ പിന്നെ വരുള്ളൂ. റഹീമെ കേട്ടല്ലോ, പിണറായി വിജയൻ കേരളത്തിന്റെ അല്ലല്ല കേരളത്തിന്റെ RSS സർസംഘചാലകാണെന്ന്. അല്ല, അത് RSSന്റെ ശാഖയ്ക്ക് കാവൽ എന്താ സംശയം? അതല്ലെങ്കിൽ ശിഷ്യന്റെ സഖാവ് പിണറായി വിജയന് അന്ന് സുധാകരൻ പോയപ്പോ പിണറായി വിജയൻ കൂടെ ഉണ്ടായിരുന്നു റഹീമെ. അന്ന് സംഘടനാ കോൺഗ്രസ് പിണറായി വിജയൻ കൂടെ ഉണ്ടായി കാണും. എവിടെ ഉണ്ടായിരുന്നു? വെറുതെ വിവരക്കേട് പറയായിരുന്നു. RSSന് ഞാൻ കേട്ടോ, ആ ഒരു വിവരക്കേടിന്റെ ആവശ്യമല്ല. വിവരക്കേട് പറയുന്നത് താങ്കളാണ്. രാജു പി നായർ ആദ്യം മുതൽ ഇതുവരെ പറഞ്ഞത് മുഴുവൻ വിവരക്കേടാ. വിവരമുള്ള ഒരൊറ്റ കാര്യം പറഞ്ഞില്ല, വസ്തുതയുള്ള ഒരൊറ്റ കാര്യം പറഞ്ഞില്ല. പറഞ്ഞില്ലേ ഞാനല്ലേ പറയുന്നേ? നിങ്ങൾ ഒരു കാര്യം കേൾക്ക്. ആ നിയമസഭയ്ക്കകത്ത് RSSനെ നിരോധിക്കുന്നതിനെതിരെ സംസാരിക്കണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. എത്രമാത്രം RSSന് മെമ്പർഷിപ്പ് കൊടുത്ത പാർട്ടിയാണ്. ചരിത്ര വിരുദ്ധാണ്. EMSനെ തെറ്റായി കോട്ട് ചെയ്തതാണ്. EMS നടത്തിയിട്ടില്ല. ഉണ്ടെങ്കിൽ സഭാരേഖ ശരി മൂന്നുപേരും ഒരേ ശബ്ദത്തിൽ സംസാരിച്ചാൽ ആര് പറയുന്നത് കേൾക്കാൻ കഴിയില്ല. എന്തായാലും ശരി, ആർക്കാണ് RSS ബന്ധം ഏറ്റവും കൂടുതലുള്ളത് എന്ന തർക്കം നിങ്ങൾക്കിടയിൽ തന്നെയാണ് നടക്കേണ്ടത്. കാരണം ജനങ്ങൾക്ക് ഈ കാര്യത്തിൽ ഒരു സംശയവുമില്ല. അവർ സംശയ നിഴലിൽ നിർത്തുന്നത് നിങ്ങൾ മൂന്ന് കൂട്ടരെയുമാണ്. വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. എൻകൗണ്ടർ പ്രൈം അവസാനിക്കുന്നു.